നമസ്കാരം. ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ ടെക്നിക്കൽ HSS വാട്ടംകുളത്തിൻ്റെ സ്റ്റുഡൻസാണ്. എൻ്റെ പേര് അജ്മൽ, ഇത് അഖിൽ, ഇത് വിനയൻ. ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ പേര് എ റോബോട്ട് ഫോർ ഹെൽപ്പിംഗ് ദ ഡിസേബിൾഡ് ഫോർ ട്രാൻസ്പോർട്ട്. ബ്ലൈൻഡായ ഒരു വ്യക്തിക്ക് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു റോബോട്ടാണിത്. അതായത് ഇപ്പോൾ ഒരു വലിയ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മോൾ, ഈ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല കാഴ്ചയുള്ള ഒരാളാണെങ്കിൽ പോലും കൃത്യമായ സ്ഥലങ്ങൾ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ എക്സ്റേ, സ്കാനിങ്, OP അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇത് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ഒരു കാഴ്ചയുള്ള ഒരാളാണെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ആ ഒരു സ്ഥിതിയിൽ ഈ കണ്ണ് കാണാത്ത ഒരാൾ അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത ഒരാൾ, അങ്ങനെ ഉള്ളവർക്ക് ഇത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെ ഹോസ്പിറ്റലിൽ പല സ്ഥലങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളത്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ റോബോട്ടിനെ നിർമ്മിച്ചിട്ടുള്ളത്. ഈ റോബോട്ട് എങ്ങനെ വർക്കിംഗ് എന്ന് വെച്ചാൽ, ഇതിൽ നമ്മളെ ഓരോ ഡെസ്റ്റിനേഷൻസ് ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡെസ്റ്റിനേഷൻസിലേക്ക് ആൾ കയറി ഇരുന്നിട്ട് പ്രസ് ചെയ്യണം. ഇപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ബ്രെയിലി സ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഏതാണ് ഡെസ്റ്റിനേഷൻ എന്നുള്ളത് കൺവേ ചെയ്യാൻ പറ്റും. ഈ ഡെസ്റ്റിനേഷനിൽ ആൾ ഇരുന്നിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റോബോട്ട് അവിടെ ചെന്നിട്ട് ആളെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ തിരിച്ചു വരുന്നതെന്നുണ്ടെങ്കിൽ സെയിം മെത്തേഡിൽ വെഹിക്കിളിൽ കയറിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ്റെ സ്വിച്ച് അമർത്തിയാൽ മതി. ഇപ്പോൾ ഞങ്ങൾ തൽക്കാലം 3 ഡെസ്റ്റിനേഷൻസാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ 1, 2, 3 ഡെസ്റ്റിനേഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള കറസ്പോണ്ടിങ് സ്വിച്ചുകൾ നമുക്കിവിടെ കാണാം. ഈ ഡെസ്റ്റിനേഷൻസ് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ OP അല്ലെങ്കിൽ ബാക്കി ഡോക്ടറിൻ്റെ റൂം അല്ലെങ്കിൽ ഈ രോഗിയുടെ തന്നെ റൂമായിരിക്കാം. ഇപ്പോൾ നമ്മൾ 1 എന്നുള്ള ഇപ്പോൾ ആ ഡെസ്റ്റിനേഷൻ 3 ആണ്. ആ ഡെസ്റ്റിനേഷനിലേക്ക് ഈ ബ്ലൈൻഡ് ആയ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയ ഒരാൾക്ക് എത്തണമെങ്കിൽ ഈ വീൽ ചെയറിനുള്ളിൽ കയറി ഇരുന്നിട്ട് ഈ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീ ഈ 3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ ആ ബ്ലൈൻഡ് ആയ ആൾ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയ ആളെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കൊണ്ടെത്തി. അവിടെ എത്തിയത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ 3 എന്ന ഡെസ്റ്റിനേഷനിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന് വേണ്ട സ്ഥലത്ത് അദ്ദേഹം എത്തിച്ചേർന്നു. ഇനി അദ്ദേഹത്തിന് തിരിച്ചു വരണമെങ്കിൽ തന്നെ ഇതുപോലെ തന്നെ അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്വിച്ചുകൾ നമുക്ക് കാണാം. 1, 2, 3. അദ്ദേഹത്തിന് തിരിച്ചു വരണമെങ്കിൽ തിരിച്ചു വരാം, അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബട്ടൺസ് പ്രസ് ചെയ്ത് നമുക്ക് എത്തിക്കാം. ഇനിയിപ്പോൾ ഡിസേബിൾഡ് ആയ ആളാണ്, ബ്ലൈൻഡ് ആണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രെയിലി സ്ക്രിപ്റ്റ് നമുക്ക് അതുമേ ആ സ്വിച്ചിന് മീതെ പ്രിൻറ്റ് ചെയ്ത് വയ്ക്കുകയും ചെയ്യാം.